നമസ്കാരം. ഇറാനുമായി നീണ്ടു നിൽക്കുന്ന സംഘർഷം 4ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കെ യുദ്ധഭൂമിയിലെ അഞ്ചോത്തം ബെഞ്ചമിൻ നെതന്യാഹു നയിക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കടുത്ത പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. സുരക്ഷാ ഭീഷണികളെ നേരിടുന്നതിൽ കഠിന നിലപാട് സ്വീകരിക്കുന്ന നേതാവെന്ന തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ ശക്തിപ്പെടുത്താമെന്ന കണക്കുകൂട്ടലോടെയാണ് ഇസ്രായേൽ ഇറാനെതിരെ സൈനിക നീക്കങ്ങൾ ശക്തിപ്പെടുത്തിയത്. എന്നാൽ യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്ന വേഗത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാനാകാത്തത് സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ തള്ളിയിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച സൈനിക നീക്കങ്ങൾ ഭരണകൂടത്തെ തളർത്തുന്നതിനോ രാഷ്ട്രീയപരമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനോ ഇതുവരെ കാരണമായിട്ടില്ല എന്ന വിലയിരുത്തലുകൾ ശക്തമാവുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധം ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടലായിരുന്നോ എന്ന ചർച്ചകൾ ഇസ്രായേൽ സമൂഹത്തിലും രാഷ്ട്രീയ വേദികളിലും ഒരുപോലെ വ്യാപകമാവുകയാണ്. യുദ്ധം സാധാരണയായി ഭരണകൂടങ്ങൾക്ക് ദേശീയ ഐക്യവും പിന്തുണയും നേടിക്കൊടുക്കുന്ന ഒരു ഘടകമായി മാറാറുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ അതിന് വിപരീതമായാണ് സംഭവിക്കുന്നത്. സുരക്ഷയുടെ പേരിൽ എടുത്ത തീരുമാനങ്ങൾ ജനജീവിതത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിയതായി പലരും വിലയിരുത്തുന്നു. സൈനിക നീക്കങ്ങൾ നീണ്ടു നിൽക്കുമ്പോൾ സാമ്പത്തിക സമ്മർദ്ദം, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ, കൂടാതെ രാജ്യത്തിനുള്ളിലെ രാഷ്ട്രീയ ഭിന്നതകൾ എല്ലാം കൂടി സർക്കാരിനെ കൂടുതൽ പ്രതിരോധ നിലയത്തിലാക്കുകയാണ്. ഈ ആഭ്യന്തര സമ്മർദ്ദം ഏറ്റവും നിർണായക ഘട്ടത്തിലെത്തുന്നത് ബജറ്റ് പാസാക്കലുമായി ബന്ധപ്പെട്ട ഭരണഘടനാപരമായ നിർബന്ധിത സമയപരിധി അടുത്തെത്തുന്നതിനാലാണ്. ഇസ്രായേൽ നിയമപ്രകാരം മാർച്ച് 31-നകം പാർലമെന്റിൽ ബജറ്റ് പാസാക്കാനാകാത്ത പക്ഷം സർക്കാർ സ്വാഭാവികമായി വീഴുകയും 90 ദിവസത്തിനുള്ളിൽ പുതിയ പൊതുതിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ ജനപ്രീതി ഇടിഞ്ഞുകൊണ്ടിരിക്കെ തിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുന്നത് നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൂട്ടുകെട്ടിനും വലിയ വെല്ലുവിളിയാണ്. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ സൈനിക നീക്കങ്ങൾ ഇതുവരെ പൂർണ്ണ വിജയം കാണാത്തതും സർക്കാരിന്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടാക്കി. ഇത് നെതന്യാഹുവിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിൽ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് തടയാനുള്ള തീവ്ര ശ്രമത്തിലാണ് നിലവിൽ നെതന്യാഹു. $225 ബില്യൺ പ്രതിരോധ കേന്ദ്രീകൃതമായ ബജറ്റ് പാസാക്കിയെടുക്കാൻ തന്റെ സഖ്യകക്ഷികളോട് നെതന്യാഹു ഇതിനോടകം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. യുദ്ധസമയത്ത് ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും സെപ്റ്റംബറോ ഒക്ടോബറോ വരെ കാലാവധി പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ അടുത്തിടെ പുറത്തു വന്ന സർവേകൾ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ ലിക്വിഡ് പാർട്ടിക്കും തിരിച്ചടിയാണ് പ്രവചിക്കുന്നത്. നിലവിൽ 34 സീറ്റുകളുള്ള ലിക്വിഡ് പാർട്ടിക്ക് പുതിയ തിരഞ്ഞെടുപ്പ് നടന്നാൽ 28 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു. ഇവർ നേതൃത്വം നൽകുന്ന സഖ്യം കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 61 സീറ്റുകൾ നേടില്ല എന്നും 51 സീറ്റുകളിൽ ഒതുങ്ങുമെന്നും സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നു. ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിനു പിന്നാലെ തിരഞ്ഞെടുപ്പ് നടത്തി വിജയിക്കാമെന്ന നെതന്യാഹുവിന്റെ അനുയായികൾ ആദ്യം കരുതിയിരുന്നു. യുദ്ധം 5ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം ശക്തമായി തുടരുന്നത് നെതന്യാഹു പക്ഷത്തിന് വൻ തിരിച്ചടിയായി. യുദ്ധം വഴി ജനശ്രദ്ധ തിരിക്കാനോ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനോ നിലവിൽ സാധിക്കാത്തതിനാൽ ബജറ്റ് പാസാക്കിയ അധികാരം നിലനിർത്താനാണ് നെതന്യാഹു ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിനാൽ തന്നെ രാഷ്ട്രീയ നിലപാടുകളിൽ ഇളവുകൾ കാണിക്കുകയും സഖ്യകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ ശക്തമാവുകയാണ്. പക്ഷേ യുദ്ധത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള സംശയങ്ങളും ഭരണകൂടത്തോടുള്ള അവിശ്വാസവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ ശ്രമങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് വ്യക്തമല്ല. ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധിയും ബാഹ്യ സൈനിക സംഘർഷവും ഒരുമിച്ച് നേരിടേണ്ടി വരുന്ന ഈ ഘട്ടം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പരീക്ഷണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്.